ചരിത്ര പാഠപുസ്തകം വീണ്ടും തിരുത്തി NCERT. മുഗൾ രാജാക്കന്മാരായ ബാബറും അക്ബറും ക്രൂരന്മാരായിരുന്നു. മുഗളന്മാരുടെ ഭരണകാലം ഇന്ത്യ ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടമെന്ന് മാറ്റിയുമാണ് 8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകം. NCERT നീക്കത്തിനെതിരെ വിദ്യാഭ്യാസ വിചക്ഷരിൽ നിന്ന് അടക്കം വലിയ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി പരിഷ്കരിച്ച പാഠപുസ്തകത്തിലാണ് കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തിയിരിക്കുന്നത്. 13ാം നൂറ്റാണ്ട് മുതൽ 17ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം വിവരിക്കുന്ന ഭാഗത്താണ് മാറ്റം. ബാബറും അക്ബറും മുതൽ ഔറംഗസീബ് വരെയുള്ള രാജാക്കന്മാർ തദ്ദേശീയർക്ക് മേൽ ക്രൂരമായ അക്രമം അഴിച്ചുവിട്ടവരായി ഉദാഹരണ സഹിതം പാഠപുസ്തകത്തിൽ വിവരിക്കുന്നു. ബാബർ സംസ്കാര സമ്പന്നനായിരുന്നുവെങ്കിലും നിർദ്ദയനും ക്രൂരനുമായിരുന്നു. മഹാനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അക്ബറും മോശക്കാരനായിരുന്നില്ല. നിരവധി കൂട്ടക്കുരുതികൾ നടത്തി. 1568 ചിറ്റൂർ കോട്ട പിടിച്ചെടുത്തപ്പോൾ ആയിരക്കണക്കിന് സാധാരണക്കാരെ കൊലപ്പെടുത്തി. സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി. നിരവധി ക്ഷേത്രങ്ങൾ തകർത്തു. ഇസ്ലാം മത പ്രചാരണം നടത്തി. പിന്നീടാണ് അക്ബറിന് മാനസാന്തരം വന്നതെന്നും പാഠപുസ്തകത്തിൽ വ്യക്തമാക്കുന്നു. ഔറംഗസീബിന്റെ കാലത്ത് ഹിന്ദു ക്ഷേത്രങ്ങൾക്കൊപ്പം ബുദ്ധ, ജൈന, സൂഫി, പാഴ്സി സങ്കേതങ്ങൾ തകർത്തുവെന്നും കുറ്റപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ബാബർ എങ്ങനെ ഇന്ത്യയിലെത്തിയെന്നും രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റിമറിച്ചതെങ്ങനെയെന്നും എക്സ്പ്ലോറിംഗ് സൊസൈറ്റി ഇന്ത്യ ആൻഡ് ബിയോണ്ട് എന്ന തലക്കെട്ടോടെയുള്ള പുസ്തകത്തിൽ വിവരിക്കുന്നു. ഡൽഹി സുൽത്താനേറ്റ് ഭരണകാലഘട്ടവും കൊളോണിയൽ ശക്തികളുടെ വരവുമൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. മുഗൾ ഭരണകാലഘട്ടത്തിലെ നിഷ്ഠൂര സംഭവങ്ങൾ മറച്ചുവെക്കാനുള്ളതല്ല. ഭൂതകാല വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്ന പാഠഭാഗങ്ങൾ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതുണ്ടെന്നാണ് NCERT നിലപാട്. നേരത്തെ 7ാം ക്ലാസ്സിൽ ഉൾപ്പെട്ടിരുന്ന പാഠഭാഗം 8ാം ക്ലാസ്സിലേക്ക് മാറ്റിയാണ് പുതിയ പരിഷ്കരണം. പരിഷ്കരണത്തിനെതിരെ വ്യാപക എതിർപ്പും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.